ബിഗ് ബോസ് ഹൗസിലെ കഴിഞ്ഞ ആഴ്ചത്തെ ക്യാപ്റ്റന്മാരെ കുറിച്ച് ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ. ഷാനവാസായിരുന്നു കഴിഞ്ഞ ആഴ്ച അവിടുത്തെ ക്യാപ്റ്റൻ. പക്ഷേ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടീസ് പലതും ചെയ്തത് അനീഷായിരുന്നു. അനീഷ് സത്യത്തിൽ ഷാനവാസ് ചെയ്യേണ്ട പല കാര്യങ്ങളും അനീഷാണ് ഓടി നിന്ന് കോർഡിനേറ്റ് ചെയ്തിരുന്നത്. സത്യം പറഞ്ഞ് ഈ അനീഷും ഷാനവാസും തമ്മിലുള്ളൊരു ബോണ്ട് കുഴപ്പമില്ല കേട്ടോ. അവർ തമ്മിൽ ഇപ്പം നമ്മൾ പറയുന്നത് ഈ അക്ബർ അപ്പാനി ഒക്കെ ഒരു ഗ്രൂപ്പാണ്, അവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണെന്ന് പറയും. പക്ഷെ അതൊരു ഗ്രൂപ്പിസമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് അവരങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും ഫേവർ ചെയ്യുന്നു, ശരിക്കും തെറ്റിനും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു. അവർ തമ്മിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തെറ്റിന്, അതായത് അഭിപ്രായത്തിൽ യോജിപ്പില്ലായ്മയൊന്നുമില്ല. പക്ഷേ ഈ ഷാനവാസ് അനീഷ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അവർ ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നുണ്ട്. അനീഷ് കുറച്ച് ലൗഡായിട്ടാണ് എക്സ്പ്രസ് ചെയ്താണ് കളിക്കണമെങ്കിൽ ഷാനവാസ് കുറച്ച് സൈലൻ്റായിട്ട് ആ രീതിയിലാണ് കളിക്കണതെന്ന് മാത്രം. പക്ഷേ അവർ തമ്മിൽ കൊമ്പ് കോർക്കേണ്ടടുത്തെല്ലാം കൊമ്പ് കോർക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ രാവിലെ ഒരു വെളുപ്പാങ്കാലത്ത് ഈ ജയിലിൽ ആളെ ഇറക്കുന്നതിന് ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ഓർമ്മിപ്പിച്ചെന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും തലേണ വെച്ചെറിയുകയും പിന്നെ ഷാനവാസ് അനീഷിൻ്റെ തന്തയ്ക്ക് വിളിക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പോയി അവർ പുള്ളിക്കാരൻ മാപ്പ് ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പക്ഷെ അവർ തമ്മിൽ ഫൈറ്റുകൾ നടക്കുന്നുണ്ട്, അവർ തമ്മിൽ ഉണ്ട്. പക്ഷേ എന്തോ ഒരു ബോണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അവർ ആ ഒരു സൗഹൃദത്തിൽ ആവുന്നു. അനീഷ് ഷാനവാസിൻ്റെ അടുത്ത് അങ്ങനെ അത്ര സ്ട്രിക്റ്റായിട്ട് പിടിയാലും ഒരു കയ്യാളത്തിൽ നിന്നാൽ മതി എന്നുള്ള ആ ഒരു കാര്യം, എല്ലാവരും അങ്ങനെ നിന്നാൽ മതി എന്ന് പറഞ്ഞാൽ ഷാനവാസിനെ കുറച്ചുകൂടെ അനീഷ് ഒരു ഇന്നലെ അനീഷ് ഷാനവാസിനാണ് സ്റ്റാർ കൊടുത്തത്. സത്യം പറഞ്ഞാൽ അവർ തമ്മിൽ നല്ലൊരു കോംബോ എന്ന് പറയുന്നില്ല, നല്ലൊരു ബോണ്ട്. അതായത് ഇൻഡിവിജ്വൽ ഗെയിമേഴ്സാണ്, പക്ഷേ അങ്ങനെ ഒരു സ്ട്രോങ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയാൻ പറ്റില്ല. അതിനൊരു പ്രത്യേക അങ്ങനെയുള്ള ബോണ്ടുള്ള ആളുകൾ വേണം, അപ്പോഴൊരു ത്രില്ലാവും. നമ്മൾ 4th സീസണിൽ കണ്ട് 5th സീസണിൽ ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാറും ഷിചേട്ടനും വിഷ്ണുവൊക്കെ തമ്മിൽ അങ്ങനെ ഒരു ബോണ്ടുണ്ടായിരുന്നു. പക്ഷേ അത് കുറച്ചൊക്കെ ഒരു ഒരു ഗ്രൂപ്പ് കളി പോലെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പലപ്പോഴും. അഖിൽമാരാർ കളിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം കളിക്കുന്നുണ്ട്, ആ ഗ്രൂപ്പിലുണ്ടായതെല്ലാം കളിക്കുന്നുണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ലായിരുന്നു. പക്ഷേ അത് നമ്മുടെ 4th സീസണിൽ ഡോക്ടർ റോബിൻ ബ്ലിസ്ലി അവരുടെ ഒരു കൂട്ടുകെട്ട്, എന്നാൽ അവർ രണ്ടൊരു ഇൻഡിവിജ്വൽ ഗെയിമേഴ്സായിരുന്നു. അവർ പരസ്പരവും ടാർഗറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അവർ തമ്മിലൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതുപോലെ അതായത് ശക്തരായ ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് വരണം, എന്നാൽ ഇങ്ങനെയുള്ള ഒരു ഫൈറ്റ് ഗെയിമിലുപരിയായിട്ട് കുറച്ചൊരു മൈൻഡ് സെറ്റ് ഒരുപോലെയുള്ള പ്ലെയേഴ്സും കൂടെ വരുമ്പോഴാണ് സൂപ്പറാവുന്നത്. എന്തായാലും ഇന്നലെ ഷാനവാസിന് ലാലേട്ടനൊരു പോസിറ്റീവ് ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയാണ് അവരോട് സംസാരിക്കുന്നതെന്ന്. അവർ രണ്ടുപേരും അവരുടെ ആ ഗെയിം അത് മനസ്സിലാക്കി ഒരുപോലെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ സൂപ്പറായിരിക്കും. എങ്ങനെയാണ് അറിഞ്ഞൂടാ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയാണെന്ന്, നമുക്ക് നോക്കാം. നന്നായി വരട്ടെ. നല്ല രീതിയിൽ കളിക്കും, നല്ല ഗെയിമേഴ്സാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പായി കളിച്ച് ഗെയിം സ്പോയിലാവാതിരുന്നത്. അനീഷ് ഒരിക്കലും അങ്ങനെ ഒരു ഗെയിം സ്പോയിലാക്കുന്ന ഒരു ഇതിലേക്കൊന്നും അനീഷ് പോകത്തില്ല. രണ്ടുപേർക്കും വ്യക്തമായ ഗെയിം പ്ലാനുകളുണ്ട്, 2 തരത്തിലുള്ളതാണെന്ന് മാത്രം. നോക്കാം, നമുക്ക് കയറി വരട്ടെ അല്ലേ, നല്ല നല്ല ഗെയിമേഴ്സ് കയറി വരട്ടെ. കുറച്ച് പേരും കൂടെ നമ്മുടെ അനു ഗിസലൊക്കെ വരുന്നുണ്ട്. അതുപോലെ കുറച്ച് പേരും കൂടെയൊക്കെ വരുമ്പോഴത്തേക്കും BB6 ഒന്ന് ആക്റ്റീവാകും. നമ്മൾ നല്ല കണ്ടസ്റ്റൻസ്, നല്ല ഗെയിമേഴ്സ്, ഒറ്റ ഗെയിമർ നിന്ന് കളിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നല്ല ഗെയിമേഴ്സ് ഒരുപാട് പേര് വരുമ്പോഴാണ് ഒരു ഓളമൊക്കെ ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു ഓളം BB7 ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നോക്കാം, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.